പണ്ഡിതനാണെന്ന് തോന്നുന്നു. അതെന്ത്? അടിമുടിയല്ലേ നോക്കുന്ന പോത്തിനാ. നിങ്ങൾക്ക് എത്ര കിലോ ഉള്ള പോത്തിനെ വേണം? ഒരു 2000 കിലോ ഉള്ള പോത്ത് ചേട്ടാ. 2000 കിലോ ഉള്ള പോത്താ? ഒരു കാര്യം ചെയ്യണം മോനെ, താഴെ വായിൽ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ടേ, അവനെ കഴിച്ചോണ്ടോ, എന്നിട്ട് അവനെ കൂടെ അങ്ങ് ഒട്ടിക്കുക നമുക്ക്. എന്നിട്ട് ഒരു പോത്തെന്നങ്ങ് പറ. ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല ചേട്ടാ, അതുകൊണ്ടാണേ. എന്നാൽ നാളെ 7:30 സ്പെഷ്യൽ ക്ലാസ്. ഞാൻ പോത്തിനെ പറ്റിയും പശുവിനെ പറ്റിയും എരുമയെ പറ്റിയ ക്ലാസ് എടുത്തു തരാം കേട്ടാ. ഇതൊക്കെ ഒരു പൊതു ജ്ഞാനം ഉണ്ടോ, അതൊക്കെ ചിന്തിച്ചെടുക്കാളോ. ഇതൊന്നും ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരത്തില്ല. ചേട്ടാ ഇതിനൊരു വില പറ. എന്ത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് വില പറയാനോ? എങ്കിൽ എഴുതിയെങ്കിലും കാണിക്കടോ, പറയാൻ പറ്റത്തില്ലെങ്കിൽ. പോയിന്റ്. എന്ത്? എനിക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലെന്നോ? ഇത് വിൽക്കാനല്ല ചേട്ടാ ഇവിടെ വളർത്തുന്നത്. ഇതിനെ വിൽക്കാനല്ല ഞാൻ വളർത്തിയത്. പിന്നെ കഴപ്പാണോ വെറുതെ ഒരു പോത്തിനെ വളർത്താൻ? നീ ചോദിച്ച ഈ സെയിം ചോദ്യം ഞാൻ വേറെ വേവിലി കൂടെ ചോദിക്കണേ. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വട്ടാണോ നിന്നെ ഇങ്ങനെ പോത്തിനെ പോലെ വളർത്താൻ? ഒരു സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. പോത്തിന്റെ കാര്യം പറയട്ടാ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അതറിഞ്ഞിട്ട് ഈ പോത്തിന് 5ാമതൊരു കാലിറങ്ങി വരില്ലല്ലോ. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ അവനാണ് ജയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പോത്ത് കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് എണീറ്റിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പുല്ല് കടിക്കും, കുറച്ച് കഴിയുമ്പോൾ കാടി കുടിക്കും. എടോ ഇതൊക്കെ ഒരുവിധം മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എടോ ഈ പോത്തിനെ കൊടുക്കുന്നുണ്ടോ? അത് അതിന്റെ ഓണറിന്റെ അടുത്താണ് ചോദിക്കുക, അത് എനിക്കറിയില്ല. പിന്നെ താനാരാ? എന്നെ പറ്റി അറിയണോ? അത് നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയണം. എന്തോ എടുക്കുന്നുണ്ട് ഫ്ലാഷ്. എന്തോന്നറാ പോണത്?